കർണാടക രാഷ്ട്രീയം വീണ്ടും വഴിമാറുകയാണ്. ഒരു വാർത്ത നമ്മൾ കേട്ടത്, മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ദേശീയ പ്രസിഡന്റ്, AICCയുടെ പ്രസിഡന്റ്, അദ്ദേഹം കർണാടകത്തിൽ മുഖ്യമന്ത്രിയാകുന്നു. KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആക്കാത്തതുകൊണ്ട് കേന്ദ്രത്തിൽ പ്രസിഡൻ്റാകുന്നു, AICCയുടെ പ്രസിഡൻ്റാകും. ഇതാണ് കേട്ട ഒരു വാർത്ത. AICC പ്രസിഡന്റിൻ്റെ ചാർജ് കൊടുക്കും. അപ്പോൾ ഉടനെ പ്രസിഡന്റ് എടുക്കത്തില്ല, ചാർജ് കൊടുക്കും. സ്വാഭാവികമായിട്ട് നടക്കാം. മല്ലികാർജുൻ ഖാർഗെ എവിടെ പോകുന്നു? കർണാടക മുഖ്യമന്ത്രിയായിട്ട് പോകുന്നു. കാരണം ഇപ്പോൾ നിലവിലുള്ള സിദ്ധരാമയ്യയും അവിടുത്തെ ഇലക്ഷനിൽ കിങ് മേക്കറായിരുന്ന അവിടുത്തെ VD സതീശൻ എന്ന് പറയാവുന്ന പിന്നെ TK ശിവകുമാറും തമ്മിൽ വലിയ തർക്കം നടന്നു. അപ്പോൾ DK ശിവകുമാറിന് അവിടെ മുഖ്യമന്ത്രി ആവണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചാൻസ്. അവസാനം അത് ആരായി മാറി? DK ശിവകുമാറിനോ സിദ്ധരാമയ്യ. സിദ്ധരാമയ്യൻ ചെറിയ ആളല്ല, വളരെ സീനിയർ വെറ്ററനായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ് കോൺഗ്രസിൻ്റെ. എന്നാൽ 2.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറൂല എന്നൊരു കഥ വന്നു. എഗ്രിമെൻ്റ് അനുസരിച്ച് മാറണം, ഒരു പരസ്പര ധാരണ. എഗ്രിമെൻ്റ് എന്നാൽ ഉത്തരപത്രത്തിൽ എഴുതി വെച്ച എഗ്രിമെൻ്റ് എന്നുള്ള ഒരു ധാരണ. അങ്ങനെ അദ്ദേഹം മാറൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ ഇന്നലെ 2 പേരെയും വിളിച്ചു, വലിയ ചർച്ച നടന്നു. അങ്ങനെ ഇപ്പോൾ കേൾക്കുന്നത് DK ശിവകുമാർ കർണാടകത്തിൽ മുഖ്യമന്ത്രിയാകും എന്നാണ്. അതാണെങ്കിൽ വലിയ ഹൈപ്പുണ്ടാക്കും. കർണാടകത്തിൽ BJPയുടെ കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ട് വരും. കാരണം കുറച്ചുകൂടി ഡൈനാമിക്കാണ് DK ശിവകുമാർ. സാമ്പത്തിക കാര്യത്തിലായാലും തീരുമാനങ്ങളുടെ കാര്യത്തിലായാലും പ്രായത്തിൻ്റെ കാര്യത്തിലായാലും വളരെ ഡൈനാമിക്കാണ് DK ശിവകുമാർ. DK ശിവകുമാറിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു 1.5 പണിയാണ്. ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ ലൈനാണ്. തമിഴ്നാട്ടിലെ വിജയിയുടെ ചേട്ടനാണ് DK ശിവകുമാർ. DK ശിവകുമാർ അവിടെ വരുന്നു, മുഖ്യമന്ത്രിയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെന്നിന്ത്യ, ദക്ഷിണേന്ത്യ ശക്തമാവുകയാണ്. രേവന്ത് റെഡ്ഡിയെ കൊണ്ട് തെലുങ്കാനയും വിജയിയെ കൊണ്ട് തമിഴ്നാടും VD സതീശൻ്റെ കേരളവും DK ശിവകുമാറിൻ്റെ കർണാടകവും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക് വീണ്ടും തെക്കൻ മേഖല ബാലികേറ മലയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സിദ്ധരാമയ്യ മാറുന്നു, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നു. കർണാടക രാഷ്ട്രീയം വീണ്ടും വഴിപിരിയുകയാണ്, വേർതിരിയുകയാണ്. അപ്പോൾ മല്ലികാർജുന ഖാർഗെ വീണ്ടും വരുന്നില്ല, അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരും. അത് ഇനി KC വേണുഗോപാലിൻ്റെ സാധ്യത വരുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ KC വേണുഗോപാലിൻ്റെ ഒരു സാധ്യത വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം. എന്തായാലും DK ശിവകുമാർ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രമുഖമായ മറ്റൊരു കാര്യം.